ആയക്കോട്ട് ലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെന്റേ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത്, ഇവളൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. ഈ സ്റ്റിൽ ദിസ് ഡേ ആ ഒറ്റ സാധനം വെച്ചിട്ടാണ് അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റ സാധനത്തിൽ റൺ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊന്നും മനസ്സലിയാൻ നോക്കി. അപ്പൊ സാബുചേട്ടൻ ചെന്നിട്ട് നിങ്ങൾ അവിടെ തന്നെ നിന്നാ മതി എന്ന് പറയാൻ കൂടെ ചെയ്തു. ആരോട്? ലക്ഷ്മിയോട്. ലക്ഷ്മിയോട് ഞാൻ അവിടെ തന്നെ നിന്നാ മതി. നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഇടയ്ക്ക് പുള്ളിക്കാരി ക്ഷമ പറയാൻ പോയ അവസരത്തിൽ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണോ അതിൽ തന്നെ ഉറച്ചു ക്ഷമ പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഒന്ന് സാബുചേട്ടൻ പോകുന്നതിന് മുമ്പ് അവരുടെ പേരൻസ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പേരൻസ് പോയി പിന്നെ ഇനി വേറെ എന്തെങ്കിലും ഇതാക്കണ്ടല്ലോ. ലക്ഷ്മി വീട്ടിൽ കയറ്റില്ല, ഞാൻ വരാതെ കയറ്റാന്നുള്ള സാധനം പറഞ്ഞിട്ട് അവര് പോന്നു. അടുത്തത് സാബുചേട്ടൻ ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് സ്റ്റാൻഡോട് എടുത്ത് അവിടെ തന്നെ നിന്നോ. പക്ഷെ അതിന് രണ്ട് പോയിന്റ് ഓഫ് വ്യൂ വരുന്നുണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലക്ഷ്മി നിങ്ങൾ ഡബിൾ സ്റ്റാൻഡ് എടുക്കരുത്, നിങ്ങൾ മാറ്റി മാറ്റി പറയുന്നു, അത് ചെയ്യരുതെന്നാണ് സാബുചേട്ടൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇല്ല, ലക്ഷ്മി എന്താണോ സ്റ്റാൻഡ് എടുത്തത് അതിൽ തന്നെ ഉറച്ചു. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്, എന്താണ് എടുത്തത് അവിടെ തന്നെ നിന്നുള്ളതാണ് പറഞ്ഞത്. കാരണം നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് മനസ്സിലായോ. ഈ ആദിലെ നൂറെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആദിലെ നൂറുടെ സാധനം എന്ന് പറഞ്ഞാൽ അവർ ഈ സാധനത്തിനകത്ത് സ്റ്റക്ക് ആയി പോയത്. അവർക്ക് ആകെ കൂടെ ഒരു കണ്ടന്റ് അതേ ഉള്ളൂ.